Hi everyone, this is Uma Vivek and welcome back to the YouTube channel of Ping Me Study Abroad. ജർമ്മനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൺട്രി ആണെന്നുള്ളതാണ്. ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്രയും ജോലി സാധ്യതയുള്ള മറ്റൊരു കൺട്രി ഇന്ത്യ എന്ന് തന്നെ പറയാം. പക്ഷെ ഒരുപാട് കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് ലിവിങ് എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഈ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺസേൺ റേസ് ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് മന്ത്ലി എത്ര എക്സ്പെൻസ് വരും, അതേപോലെ എക്സ്പെൻസസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓൾറെഡി നിങ്ങൾ 1 ഇയറിലേക്കുള്ള ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലോഗ്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ജർമ്മനിയിലേക്ക് പോകുന്നത്. 2023 അപ്ഡേറ്റ്സ് പ്രകാരം 1 ഇയറിലേക്ക് വരുന്ന ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 11,208 യൂറോസ് ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 10 lakhs ആണ് വരുന്നത്. ഇത് പ്രകാരം മന്ത്ലി വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 934 യൂറോസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ആവറേജ് എമൗണ്ട് ആണ്. ഇനി ഇത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ അതേപോലെ സിറ്റീനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് മന്ത്ലി എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന മന്ത്ലി എക്സ്പെൻസിൽ ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെൻ്റ് തന്നെയാണ്. എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ റെൻ്റായിട്ട് അടയ്ക്കേണ്ടി വരും. ഇത് നോർമലി 200 to 500 യൂറോസ് എന്ന റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതും എഗെയിൻ ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്, ഫർണിഷ്ഡ് ആണോ അൺഫർണിഷ്ഡ് ആണോ, അതേപോലെ നിങ്ങൾ താമസിക്കുന്ന സിറ്റി ഏതാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ റെൻറ്റ് ഒരു 300 യൂറോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് മേജർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ്. അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഗ്രോസറി ഷോപ്പിങ്ങും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 150 യൂറോസ് കൗണ്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ റെൻറ്റ് 300 യൂറോസും ഇപ്പോൾ പറഞ്ഞ 150 യൂറോസും കൂടെ ആഡ് ചെയ്താൽ മൊത്തം 450 യൂറോസ് ആണ് ടോട്ടലായിട്ട് വരുന്ന എക്സ്പെൻസ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് ചാർജസ് കുഞ്ഞി സർവീസസിനുമൊക്കെ ആയിട്ട് ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഫിക്സഡ് ചാർജസ് എല്ലാ മന്തും പേ ചെയ്യേണ്ടി വരും. അതായത് വൈഫൈ, ഇൻഷുറൻസ്, ബ്രോഡ്കാസ്റ്റിംഗ് ഫീ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു 100 യൂറോസ് കൗണ്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 450 യൂറോസിൻ്റെ ഒപ്പം ഈ ഒരു 100 യൂറോസും കൂടെ ആഡ് ചെയ്താൽ മൊത്തം 550 യൂറോസ് ആണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ മേജർ എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്തു. ഇനി കൺസിഡർ ചെയ്യാവുന്ന ഒന്നെന്ന് പറയുന്നത് റിക്രിയേഷൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. ഇത് നമുക്ക് എഗെയിൻ ഒരു 100 യൂറോസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 550 യൂറോസിൻ്റെ കൂടെ ഈ ഒരു 100 യൂറോസും കൂടെ ആഡ് ചെയ്താൽ 650 യൂറോസ് ആയി. ഇനി വരാവുന്ന ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അതായത് ഒരുവിധം യൂണിവേഴ്സിറ്റീസിലെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കാർഡ് വെച്ചിട്ട് തന്നെ ഫ്രീ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. എന്നാൽ ചില സിറ്റീസിലും അതേപോലെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പാസ് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഒരു 100 യൂറോസിൻ്റെ എക്സ്പെൻസ് വന്നേക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 650 യൂറോസിൻ്റെ ഒപ്പം നമ്മൾ ഈ ഒരു 100 യൂറോസും കൂടെ ആഡ് ചെയ്താൽ മൊത്തം 750 യൂറോസ് ആണ് ഒരു മന്ത്ലി വരുന്ന എക്സ്പെൻസ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് മന്ത്ലി വരുന്ന എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കമ്പോണൻസ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 750 യൂറോസ് ആണ്. ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എസ്റ്റിമേഷൻ മാത്രമാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇത് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അതേപോലെ സിറ്റീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ജർമ്മനിയിലെ റൂൾ പ്രകാരം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് വീക്ക്ലി 20 അവേഴ്സും വെക്കേഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അല്ലെങ്കിൽ 40 അവേഴ്സും ആണ് വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 120 ഫുൾ ഡേയ്സും 240 ഹാഫ് ഡേയ്സ് പെർ ഇയർ ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. നോർമലി ഒരു സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നത് വീക്ക്ലി 20 അവേഴ്സും അതുപോലെ വെക്കേഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ 40 അവേഴ്സ് അല്ലെങ്കിൽ ഫുൾ ടൈം ആണ്. ഇനി ഇയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 ഫുൾ ഡേയ്സും 240 ഹാഫ് ഡേയ്സും ആണ് ഒരു സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈം ചെയ്യാനുള്ള എലിജിബിലിറ്റി. ഇപ്പോൾ നമ്മൾ വേജ് നോക്കുകയാണെങ്കിൽ പെർ അവർ വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 യൂറോസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ജോബിനനുസരിച്ചിട്ട് അതിൽ കൂടിയും ഇരിക്കാം. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 10 യൂറോസ് ആണ് വേജായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീക്ക്ലി 20 അവേഴ്സ് ആണ് ഒരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 യൂറോസ് വെച്ചിട്ട് ഒരു വീക്കിൽ 200 യൂറോസ് പാർട്ട് ടൈം വഴി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 200 യൂറോസ് വെച്ചിട്ട് ഒരു മാസം അതായത് 4 വീക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തന്നെ മൊത്തം 800 യൂറോസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ഒരു സ്റ്റുഡൻറ്റിന് മന്ത്ലി വരുന്ന എക്സ്പെൻസ് 750 യൂറോസും അതുപോലെ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്നത് 800 യൂറോസും ആണ്. ഇത് അക്കാഡമിക് അല്ലെങ്കിൽ ക്ലാസ് ഉള്ള സമയത്താണ് നിങ്ങൾ ഈ വീക്ക്ലി 20 hours വെച്ച് ഏൺ ചെയ്യുന്നത്. വെക്കേഷൻ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം വർക്ക് ചെയ്യാനും കൂടുതൽ ഏൺ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 750 യൂറോസ് എക്സ്പെൻസ് വരുന്നിടത്ത് നിങ്ങൾക്ക് 800 യൂറോസ് മന്ത്ലി ഏൺ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരുവിധം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് വരുന്ന എക്സ്പെൻസസ് എല്ലാം ഇതുപോലെ പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്ത് മീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.